ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ സ്വീഡനിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു മൂവിക്ക് പോകുന്നതാണ്. അത് നമ്മുടെ സ്വന്തം മലയാളം മൂവി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഇവിടെ അങ്ങനെ ഇന്ത്യൻ മൂവീസ് അപൂർവമായിട്ടാണ് റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ മലയാളം മൂവിയെ പറ്റി പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്വീഡനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മലയാളം മൂവി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാതെ പോകുന്നത് മോശമല്ലേ. മൂവിയുടെ പേര് സൂക്ഷ്മദർശിനി എന്നാണ്. പിന്നെ എനിക്ക് ടിക്കറ്റ്, ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നൊരു ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ടിക്കറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ ആ ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ മൂവിക്ക് പോകുന്നത്. പിന്നെ എനിക്ക് മാത്രമേ ടിക്കറ്റ് കിട്ടിയുള്ളൂ, എൻ്റെ ഫാമിലിക്കില്ല. അപ്പോൾ ഹസ്ബൻഡും കൊച്ചും എൻ്റെ കൂടെ ഇല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഈ മൂവിക്ക് പോകുന്നത്. ഹസ്ബൻഡിന് വർക്കുണ്ട്. പിന്നെ ഇവിടെ 11 വയസ്സ് താഴെയുള്ള കുട്ടികളെ കയറ്റി വിടില്ല. പിന്നെ 11 വയസ്സായ കുട്ടികളെ അവരുടെ പാരൻസിൻ്റെ കൂടെ മാത്രമേ അകത്തേക്ക് കടത്തി വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോളെ ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് കാണാൻ പറ്റാത്തൊരു മൂവിയും കൂടിയാണെന്ന് കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവളെ കൂടെ കൂട്ടിയില്ല. പിന്നെ തിയേറ്ററൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. മോളിലൊക്കെ ഉള്ള തിയേറ്റർ കണ്ടിട്ടില്ലേ, കുറച്ച് റൂംസൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരു 5-6 റൂമൊക്കെ ഈ തിയേറ്ററിലുണ്ട്. അപ്സ്റ്റേഴ്സിലാണ് എല്ലാ റൂമും. താഴെ റെസ്റ്റോറൻറ്റ്, സ്നാക്സ് ബാർ, ടോയ്ലറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് എല്ലാ ഷോപ്പുകളെയും പോലെ ഈ തിയേറ്ററും ക്രിസ്മസ് തീമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സാന്റാക്ലോസും ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ റൂംസൊക്കെ ഭയങ്കര ചെറുതാണ്. ഒരു റൂമിൽ 75 സീറ്റൊക്കെ വെച്ചിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു മൂവിക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു തിക്കും തിരക്കും ബഹളമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതൊക്കെ ആകുമ്പോഴാണ് ഒരു തിയേറ്റർ ആവുന്നത്. ആ ഒരു ബഹളവും ടിക്കറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനും അതൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിൽ പ്രീ ബുക്കിംഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാലും നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കുന്ന ഒരു സുഖം ഇപ്പോൾ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു അനുഭവങ്ങളായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ ടിക്കറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ള ടെൻഷനൊന്നുമില്ല. പിന്നെ ഈ മൂവി സ്വീഡനിലെ 6-7 സ്ഥലങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. യോൺ ഷോപ്പിങ്ങിൽ ഒറ്റ ഷോയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചധികം പേരുണ്ടാവുമെന്ന്. 30 പേരാണ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ഈ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ ആണുള്ളത്. കുറേ പേരൊക്കെ ഫാമിലി ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ആൾക്കാരുടെ എണ്ണം കുറയാൻ മെയിൻ കാരണം. പിന്നെ ഈ തിയേറ്ററിലെ സൗണ്ട് എഫക്ട്സ് ഭയങ്കര ഷോക്കായിരുന്നു. തിയേറ്ററിൽ മൂവി കണ്ട ഒരു ഫീല് വരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് എഫക്ട്സ്, ഓളും ബഹളും അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ സൗണ്ട് എഫക്ട്സ് ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ ആ തിയേറ്ററിൽ പോയി കണ്ടു എന്നൊരു ഫീല് വരുന്നത്. അത് എനിക്കിവിടെ കിട്ടിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇൻ്റർവെല്ലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മൂവിയുടെ സ്റ്റൈല്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.